പുസ്തകം വായിച്ച് ബോധം വന്നാലുള്ള അപകടം. ലോക പുസ്തകദിന ചിന്തകൾ. ഏവർക്കും നമസ്കാരം, സ്വാഗതം. ഇന്ന് ലോക പുസ്തക ദിനം, വേൾഡ് ബുക്ക് ഡേ. ഈ ദിവസത്തിൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പ്രേക്ഷകരുമായി ഒരു അഭിമുഖ സംഭാഷണം എന്ന പോലെ, അല്ലെങ്കിൽ നാം വട്ടം കൂടിയിരുന്ന ചില കാര്യങ്ങൾ അൺഒഫീഷ്യലായി സംസാരിക്കുന്നത് പോലെ പങ്കിടുക മാത്രമാണ് എൻ്റെ ലക്ഷ്യം. എനിക്ക് ആദ്യമേ അവരോടും പറയാനുള്ളത്, എൻ്റെ അനുഭവത്തിൽ എൻ്റെ വ്യക്തിത്വ രൂപീകരണത്തിൽ എൻ്റെ പുസ്തക പാരായണം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ്. ഒരു ദിവസം നല്ല ഒരു പുസ്തകം വായിക്കാതെ പോയാൽ അത് ഒരു വലിയ നഷ്ടബോധം എന്നിൽ ഉണർത്തിയിട്ടുണ്ട്. ഇപ്പോഴും അത് തന്നെയാണ് എൻ്റെ അനുഭവം. എന്നാൽ ഒന്നും വായിക്കാതെ ഉള്ളിൻ്റെ പോഷണം അല്പം പോലും പ്രാപിപ്പാൻ കൂട്ടാക്കാതെ ബാഹ്യമായ വസ്ത്ര ധാരണം കൊണ്ടും അല്ലെങ്കിൽ സൗന്ദര്യബോധം കൊണ്ട് നടക്കുന്ന ആളുകൾ അവരുടെ വ്യക്തിത്വം സ്ഥിതി ചെയ്യുന്ന പൊള്ളത്തരം എത്ര മറയ്ക്കാൻ ശ്രമിച്ചാലും അതിലവർ പരാജയപ്പെടുമെന്നതിന് യാതൊരു സംശയവുമില്ല. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ പറ്റി പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ പ്രൈം മിനിസ്റ്ററായ ജവഹർലാൽ നെഹ്റുവിനെ പറ്റി പറയുന്നത്, അല്ലെങ്കിൽ അമേരിക്കയിലെ പ്രസിഡൻ്റായിരുന്ന ലിങ്കനെ പറ്റി പറയുന്നത്, അവരൊക്കെ വലിയ വായനാശീലമുള്ളവരായിരുന്നു. അപ്പോൾ വായിച്ച് ഉള്ളിൻ്റെ സാധ്യതകളെ പരിപോഷിപ്പിക്കുക എന്നത് ഓരോ വ്യക്തിയും അവനോട് അല്ലെങ്കിൽ അവളോട് ചെയ്യേണ്ട അടിസ്ഥാന നീതിയാണ്. അതാണ് എനിക്ക് ആദ്യമായിട്ട് എവരോടും പറയാൻ. എന്നാൽ ഇനിയും പ്രധാനമായും വായന, ഞാനിത് പറയുമ്പോൾ പലർക്കും ഇതിനെപ്പറ്റി അല്പം കൗതുകം അല്ലെങ്കിൽ ജിജ്ഞാസ അല്ലെങ്കിൽ ഒരു വിയോജിപ്പ് തോന്നാൻ സാധ്യതയുണ്ട്. വായന എന്നെ സംബന്ധിച്ചിടത്തോളം ആത്മീയതയാണ്. ഞാൻ വായനയെ ഒരു ആത്മീയ അനുഭവമായിട്ടാണ് എപ്പോഴും ചെറുപ്പം മുതലേ അനുഭവിച്ചിട്ടുള്ളത്. എൻ്റെ ഒരു ചെറിയ ഓർമ്മ ഇപ്പോൾ വരുന്നത്, ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഗീതാഞ്ജലിയിലെ 35ാം ഗീതം, ഹിം നമ്പർ 35, അത് പ്രിൻ്റ് ചെയ്ത ഒരു കടലാസ് എൻ്റെ കയ്യിൽ വന്നു പറ്റി. അന്ന് എനിക്ക് ഇംഗ്ലീഷ് വായിച്ചാലൊന്നും അറിയില്ല, മനസ്സിലാകത്തില്ല. ഞാനത് സൂക്ഷിച്ചു വെച്ചിരുന്നു. 7ാം ക്ലാസ് 8ാം ക്ലാസ് ആയപ്പോൾ ഞാനത് പതുക്കെ വെളിയിലെടുത്ത് വായിക്കാൻ തുടങ്ങി. ഒരു വക എനിക്ക് മനസ്സിലായില്ല. പക്ഷേ വായിച്ച് ഞാനത് കാണാപ്പാഠം പഠിച്ചു. അത് ഇന്നും എനിക്ക് കാണാപ്പാഠം അറിയാം. അപ്പം അതുകൊണ്ട് കാവ്യത്തോട്, കവിതകളോട് എനിക്ക് വലിയ ഒരു അടുപ്പമുണ്ടായി. കവിതകളോട് അടുപ്പമുണ്ടായതുകൊണ്ട് ഒരു ഭാഷയുടെ സൗന്ദര്യം, ഒരു ഭാഷയിൽ നിശബ്ദമായി സ്ഥിതി ചെയ്യുന്ന സംഗീതം, അതിനെപ്പറ്റിയൊക്കെ ആന്തരികമായ ഒരു നേരിയ വെളിച്ചം എൻ്റെ ഉടലെടുത്തു എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എന്നെ വളരെയധികം സന്തോഷിപ്പിക്കുന്ന ഒരു ഓർമ്മ മാത്രമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചെറുപ്പം മുതലേ വായനയ്ക്ക് വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചിരുന്നു. എന്നാൽ അന്നത്തെ കാലത്തൊക്കെ വായിക്കുക വളരെ ക്ലേശകരമാണ്. വായിക്കാൻ പുസ്തകമില്ല. ഞാൻ ജനിച്ചു വളർന്ന സ്ഥലത്ത് അങ്ങനെ വലിയ ലൈബ്രറി ഒന്നുമില്ല. എൻ്റെ ചെറുപ്പകാലത്ത് വല്ല വിധേനയും ₹1 അല്ലെങ്കിൽ ₹1.5 ₹2 കൈ കിട്ടിയാൽ അതുകൊണ്ട് എവിടെയെങ്കിലും പോയി പുസ്തകം വായിക്കുന്നൊരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. ഞാൻ അന്ന് ഏറ്റവും വില കുറഞ്ഞ് കിട്ടുന്ന പുസ്തകം സി ഉണ്ണിരാജ വിവർത്തനം ചെയ്ത കാൾ മാർക്സിൻ്റെ കൃതികളാണ്. അന്ന് കാൾ മാർക്സിൻ്റെ കൃതികൾ വായിച്ചാൽ ഒന്നും മനസ്സിലാകത്തില്ല. പക്ഷേ ഞാനത് വായിച്ച് എത്രയോ ദിനരാത്രങ്ങൾ കഴിഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ വായനയിൽ കൂടെയാണ് ഞാൻ വെളിച്ചം കണ്ടത് എന്നതെൻ്റെ ജീവിത യാഥാർത്ഥ്യമാണ്. അത് മറ്റുള്ളവരുടെ മുമ്പിൽ സമ്മതിക്കാൻ എനിക്ക് യാതൊരു മടിയുമില്ല. അപ്പോൾ ആത്മീയത എന്താണ്, ഇതിനകത്തെ ആത്മീയത എന്താണെന്ന് നിങ്ങൾ ചോദിക്കും. അത് ഞാൻ പറയാം. നമ്മൾ ആരാധിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നമ്മുടെ ഏറ്റവും മേൽത്തരമായ അവസ്ഥയിലാണ്. മനുഷ്യൻ എന്തുകൊണ്ട് ദൈവത്തെ ഓർക്കണം, ദൈവത്തോട് അടുക്കണം, ദൈവത്തോട് സഹകരിക്കണം എന്ന് ചോദിച്ചാൽ ഞാൻ ഏറ്റവും ആദ്യമായിട്ട് പറയുന്നത് അവൻ്റെ ഉള്ളിലുള്ള നന്മ
ഏറ്റവും അർത്ഥവത്തായി അതിൻ്റെ പൂർണ്ണ തോതിൽ വെളിപ്പെടുത്തുവാൻ സഹായിക്കുന്ന മർമ്മത്തിൻ്റെ പേരാണ് ദൈവസങ്കല്പം എന്നുള്ളത്. നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നമ്മൾ നല്ല പിള്ളകളാണ് അല്ലേ? അല്ലാത്ത സമയത്ത് ചീത്തയൊക്കെ വിളിച്ച് നടക്കുന്ന ആളുകൾ പോലും, അല്ലാത്ത സമയത്ത് മറ്റുള്ളവരെ പറ്റി അമർഷമായിട്ടും ദേഷ്യത്തിലും വളരെ പൈശാചികമായി ചിന്തിക്കുന്നവർ പോലും പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ വളരെ പരിശുദ്ധന്മാരാണ്. അവർ ജീവിക്കുന്ന വിശുദ്ധന്മാരാണ്, അല്ല വിശുദ്ധമതികളാണ്. അതിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ദൈവത്തോട് അടുക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അവൻ്റെ സാധ്യതകളുടെ ഏറ്റവും മേൽത്തരമായ അവസ്ഥയിലായിരിക്കുക എന്നതാണ്. അതിൻ്റെ പേരാണ് ആരാധന എന്നുള്ളത്. അത് തന്നെയാണ് നല്ല ഒരു പുസ്തകം വായിക്കുമ്പോൾ ഞാൻ അനുഭവപ്പെട്ടിട്ടുള്ളത്. ഒരു നല്ല മേൽത്തരമായ പുസ്തകം വായിക്കുമ്പോൾ എൻ്റെ ഉള്ളിലെ ഏറ്റവും നല്ല സാധ്യതകൾ നിരന്തരമായി പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്ന അനുഭവത്തിലാണ് ഞാൻ എപ്പോഴും ആയിരുന്നിട്ടുള്ളത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഇതിന് വായനയ്ക്കൊരു ആരാധനാ സ്വഭാവമുണ്ട് എന്ന് മറ്റ് സാധാരണ ആരും പറയാൻ കൂട്ടാക്കാത്തത് കൊണ്ട് ഈ സമയത്ത് ഞാനൊന്ന് പരാമർശിക്കുക മാത്രമേ ചെയ്തുള്ളൂ. അതുപോലെ തന്നെ ആത്മീയതയിൽ വായനയിൽ അടങ്ങിയിരിക്കുന്ന മറ്റൊരു ആത്മീയതയാണ് ആത്മീയതയുടെ മറ്റൊരു ഭാഗമാണ്. നമുക്കറിയാം, മതത്തിൽ കൂട്ടായ്മയുണ്ട്. വാസ്തവത്തിൽ മതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട അംശം മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്. അതുകൊണ്ട് മറ്റുള്ളവരുമായ സമ്പർക്കം ഉണ്ടാകണം, ആ സങ്കല്പത്തിന് അടുപ്പം ഉണ്ടാകണം, മനസ്സ് തുറന്ന് മറ്റുള്ളവരുമായി കൂട്ടായ്മ ആചരിപ്പാൻ ഇടയാകണം. ആ ഒരു മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ആവശ്യത്തെ അവനെ സാധ്യമാക്കി കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വേദി മതം തന്നെയാണ്. എന്നാൽ സാധാരണ ആളുകൾ മനസ്സിലാക്കാത്തത് മതം നമ്മെ സഹായിക്കുന്നതിനേക്കാൾ വായന നമ്മെ സഹായിക്കും. കാരണം നാം വായിക്കുമ്പോൾ കഴിഞ്ഞ 3000 വർഷം ഈ ലോകം കണ്ട ഏറ്റവും മഹാന്മാരായ ആളുകളുടെ മനസ്സിലുദിച്ച ചിന്തകൾ പുസ്തക രൂപത്തിൽ നാം വായിക്കുമ്പോൾ നാം അവരുമായി കൂട്ടായ്മ ആചരിക്കുകയാണ്. ഞാനൊരു പുസ്തകം വായിക്കുമ്പോൾ അതെഴുതിയ ആളുമായിട്ട് ഞാൻ വ്യക്തിപരമായ ബന്ധത്തിലാണെന്ന അവസ്ഥയിലാണ് ഒരു പുസ്തകം വായിക്കുന്നത്. അത് ഏവർക്കും അത് സാധ്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ മിൽട്ടൻ്റെ പാരഡൈസ് ലോസ്റ്റ് വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഷേക്സ്പിയറുടെ കിങ് ലിയർ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഡോസ്റ്റോവസ്കിയുടെ ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് വായിക്കുമ്പോൾ, അല്ലെങ്കിൽ കേരളത്തിൽ സെറ ജോസഫിൻ്റെ ഓതപ്പെന്ന പുസ്തകം വായിക്കുമ്പോൾ, മാറ്റാത്തി വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ആളാഹയുടെ പെൺമക്കൾ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഉറൂബിൻ്റെ കൃതികളോ, അങ്ങനെ നമ്മുടെ ഈയിടെ നമ്മെ വിട്ടുപോയ MT വാസുദേവ കൃതികൾ, ഇങ്ങനെയൊക്കെ വായിക്കുമ്പോൾ എഴുതിയ മഹാന്മാരായ ആളുകളുടെ മനസ്സിൻ്റെ അവസ്ഥയിലേക്ക് ഞാൻ പ്രവേശിക്കാറുണ്ട്. അപ്പം ഞാൻ അവരോട് കൂടെ നടക്കുന്നതായും അവരുടെ ചിന്തയുടെ ഭാഗമായി ഞാൻ മാറുന്നതായും ഞാൻ അനുഭവപ്പെട്ടിട്ടുണ്ട്. അത് ഒരു വലിയ കൂട്ടായ്മയായിട്ട് തന്നെയാണ് ഞാൻ അനുഭവിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു വലിയ പ്രശ്നമുള്ളതുണ്ട്, അതുകൂടെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നിങ്ങൾ ഇപ്രകാരമുള്ള ഔന്നത്യമേറിയ കൂട്ടായ്മ അനുഭവിച്ച് കഴിയുമ്പോൾ പിന്നെ കച്ചട കൂട്ടായ്മയോട് നിങ്ങൾക്ക് അല്പം അതിർത്തി തോന്നും. അതിനകത്ത് ഒരു പ്രശ്നം തന്നെയാണ്. വെറും തരികിട ആളുകളുമായിട്ടുള്ള കൂട്ടായ്മയിൽ പിന്നെ വലിയ സന്തോഷം കണ്ടെത്തുവാൻ സാധ്യമല്ല. ആ ഒരു താക്കീതും കൂടെ ഞാൻ ഈ സമയത്ത് നൽകുക, സത്യസന്ധമായി ആശയം അവതരിപ്പിക്കേണ്ട കടമയുള്ളത് കൊണ്ട് ഞാനത് പറയാം. അപ്പോൾ ഔന്നത്യമേറിയ അനുഭവമായിരിക്കുക, നമ്മുടെ ഉള്ളിലുള്ള നല്ല സാധ്യതകളെപ്പറ്റി നമുക്ക് ബോധ്യമുണ്ടാകുക, പിന്നെ കൂട്ടായ്മ എന്ന് പറയുന്ന മഹാന്മാരായ ആളുകളുമായിട്ടുള്ള കൂട്ടായ്മയിൽ നാം ആയിത്തീരുക. മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ആന്തരികമായ സമ്പത്ത് വർദ്ധിപ്പിക്കുക. ഇന്ന് മനുഷ്യന് സംഭവിക്കുന്നൊരു വലിയ പ്രശ്നം, ഭൗതികമായ സമ്പത്ത് ആർജിക്കുന്നതിൽ മനുഷ്യൻ വളരെ വ്യാപൃതനാണ്. എവിടെ പോയി ഭൗതികമായ സ്വത്തുണ്ടാകണം, വലിയ വലിയ വീടുണ്ടാകണം, പറമ്പുണ്ടാകണം, വലിയ കാറുണ്ടാകണം, ആഡംബരമായി ജീവിക്കണം, 10 തലമുറകൾക്ക് ചരതിച്ച് വെക്കണം. പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകളും അവഗണിക്കുന്ന ഒരു കാര്യം, വ്യക്തിപരമായ എൻ്റെ ഉള്ളിൽ എന്ത് സമ്പത്തുണ്ട്. മനുഷ്യൻ്റെ ഉള്ളിൽ അവന് സംഗ്രഹിച്ച് വെക്കാവുന്ന സമ്പത്ത് അവൻ്റെ അറിവ് മാത്രമാണ്. ഈ അറിവെന്ന് ഞാൻ പറയുമ്പോൾ സാധാരണ അറിവ് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ദൈവികമായ അറിവും ആദർശങ്ങളെ പറ്റിയുള്ള അറിവും ആശയങ്ങളെ പറ്റിയുള്ള അറിവും നന്മതിന്മകളെ പറ്റിയുള്ള അറിവും മനുഷ്യത്വത്തിൻ്റെ വിവിധ അവസ്ഥകളെ പറ്റിയുള്ള അറിവും സ്വയത്തെ പറ്റിയുള്ള അറിവും ഇതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ്.
അപ്പോൾ ആ സമ്പത്ത് ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുന്ന, അല്ലെങ്കിൽ ഉള്ളിൽ ആർജിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിന് പ്രത്യേകമായൊരു ഗാംഭീര്യം ഉണ്ടായിരിക്കുമെന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ കൂടുതലായി അത് ആവർത്തിക്കുകയോ വിശദീകരിക്കുകയോ ചെയ്യുന്നില്ല. ഇതൊരു വലിയ വലിയ മേന്മേറിയ ഒരു നേട്ടമാണ്. നമ്മുടെ ഉള്ളിൽ അറിവിൻ്റെ ഒരു വലിയ ഖജനാവുണ്ട് എങ്കിൽ അതുകൊണ്ട് നമുക്ക് ലോകത്തെവിടെയും സഞ്ചരിക്കാൻ സാധിക്കും. ഞാൻ ഒരു കുറഞ്ഞ പക്ഷം, ഒട്ടും അതിശയോക്തി പറയാൻ, ഒരു കുറഞ്ഞ പക്ഷം ഒരു 10 കോടി രൂപയുടെ യാത്ര നടത്തിക്കാണ്. ഒരിടത്ത് പോലും $1 കൈവച്ചുകൊണ്ടല്ല ഞാൻ യാത്ര ചെയ്തത്. എൻ്റെ കയ്യിലാകെ ഉണ്ടായിരുന്നത് ഈ പുസ്തകത്തിൽ നിന്ന് വായിച്ച അറിവും. എന്നാൽ പുസ്തകത്തെ വായിക്കുന്നത് കൊണ്ട് മനസ്സെപ്പോഴും അന്വേഷണത്തിലായിരിക്കുമ്പോൾ നാം തന്നെ കണ്ടുപിടിക്കുന്ന പുതിയ അറിവുകൾ. വായിക്കുന്നവൻ ചിന്തകനായി മാറും, ചിന്തിക്കുന്നവൻ പുതിയ അർത്ഥതലങ്ങളെ കണ്ടെത്തും, അവൻ്റെ വ്യക്തിത്വം മേൽത്തരമായിരിക്കും. അങ്ങനെയുള്ള അവസ്ഥയിൽ നാം ആയിരിക്കുമ്പോൾ ലോകത്തിലെ സാധ്യതകൾ നമ്മെ അന്വേഷിച്ച് ഓടി വരും എന്നത് എൻ്റെ അനുഭവമാകിയാൽ ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് യുവതീയുവാക്കന്മാരോട് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ ആന്തരികമായ സ്വത്ത് വർദ്ധിപ്പിക്കുന്നതിൽ പ്രത്യേകമായി ശ്രദ്ധിപ്പീൻ, അതിനുവേണ്ടി സമയം കണ്ടെത്തുവീൻ. അതിനുള്ള ഏറ്റവും പ്രമുഖമായ ഇത് മാത്രമല്ല, ഒരേ മാർഗം മാത്രമല്ല, ഏറ്റവും പ്രമുഖമായ മാർഗം വായന തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മളിപ്പോൾ സാമൂഹ്യമായ സോഷ്യൽ കോൺവെർസേഷൻ എന്ന് പറയും, സാമൂഹ്യമായ സംഭാഷണം. 10 പേര് ഒരു കാര്യം സംസാരിക്കുന്നു. ആ കൂട്ടത്തിൽ നാം ആയിരിക്കുമ്പോൾ ആ സംഭാഷണത്തിന് എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ, ഒരു സംഭാവന നൽകണമെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള സമ്പത്തനുസരിച്ചല്ലേ നമുക്ക് സംഭാവന നൽകാൻ സാധ്യമാകത്തുള്ളൂ. പോക്കറ്റിലൊന്നും ഇല്ലാത്ത എന്താണ് സംഭാവന കൊടുക്കുന്നത്? മനസ്സിലുള്ളതാണ് നമ്മൾ സംഭാഷണത്തിൽ സംഭാവന ചെയ്യുന്നത്. അപ്പം അങ്ങനെ നാം ഏത് സാഹചര്യത്തിലായാലും നാം അവിടെ ആയിരിക്കുന്ന അവസ്ഥയെ മറ്റുള്ളവർ വിലമതിക്കത്തക്കവണ്ണം നമ്മുടെ വ്യക്തിത്വത്തെ വളർത്തിയെടുക്കുവാൻ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നാം നിശ്ചയമായും നമ്മോട് തന്നെ ചെയ്യേണ്ട നീതി വായനാശീലം വർദ്ധിപ്പിക്കുക എന്നാണ്. ഞാനിത് പ്രത്യേകമായി ആവർത്തിച്ച് പറയുന്നത്. ഈ കാലത്ത് മനുഷ്യൻ അവൻ്റെ ശീലം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട്, അതിന് പല കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ വിശ്ലേഷണം ചെയ്യുന്നത് ഇപ്പോഴത്തെ അവസരത്തിന് പറ്റിയതല്ലാത്തത് കൊണ്ട് ഞാനതങ്ങ് വിടുകയാണ്. പക്ഷേ പ്രത്യേകമായി ശ്രദ്ധിക്കുക, വായനാശീലം കുറഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തിൽ പൂർവാധികമായ താല്പര്യത്തോടുകൂടെ പ്രത്യേക ഊന്നൽ കൊടുത്ത് നമ്മുടെ വായനാശീലത്തെ നാം വളർത്തിയെടുക്കുക. ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ആവർത്തിക്കാൻ പോവുകയാണ്, നാം നമ്മോട് ചെയ്യുന്ന നീതി ആണ് എന്ന് പ്രത്യേകമായി ഓർക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ വായന എന്നതൊരു ആത്മീയമായ അനുഭവം ആണ് എന്ന ആശയം മാത്രമാണ് അവതരിപ്പിക്കുന്നത്. പല കാര്യങ്ങളെപ്പറ്റി പറയുന്നുണ്ടെങ്കിൽ അത് മാത്രം പറയാം. 4ാമതും അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ ആത്മീയത എന്ന് പറയുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടതായി നാം മനസ്സിലാക്കേണ്ട സാർവലൗകികതയാണ്. മതത്തിൽ വർഗീയതയും ആത്മീയതയിൽ സാർവലൗകികതയുമാണ്. ആത്മീയമായ പ്രബുദ്ധതയുള്ള ഒരു മനുഷ്യനെ ചെറിയ ചേരികളിൽ തിരിച്ചു വെച്ച്, നീ അപ്പുറത്താണ്, ഞാൻ ഇപ്പുറത്താണ്, നീ വലിയവരാണ്, ഞാൻ ചെറിയവരല്ല, ഞാൻ വലിയവരാണ്, നീ ചെറിയവനാണ്, നീ പാകിസ്ഥാനിയാണ്, ഞാൻ ഇന്ത്യക്കാരനാണ്, നീ ചൈനക്കാരനാണ്, ഞാൻ അമേരിക്കക്കാരനാണെന്ന് പറയില്ല. ആന്തരികമായ വികസനം പ്രാപിച്ചവൻ, മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളർച്ച പ്രാപിച്ചിരിക്കുന്നവൻ വിശ്വപൗരൻ തന്നെയാണ്. അപ്പം നമ്മൾ ചില ആളുകളെ അർത്ഥമില്ലാതെ വിശ്വപൗരൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു വ്യക്തിയെപ്പറ്റി വിശ്വപൗരൻ എന്ന് പറയും. അങ്ങനെ വിശ്വപൗരൻ നമ്മൾ ആരെങ്കിലും പറയണമെങ്കിൽ ദയവായി മനസ്സിലാക്കുക, ഇത് വളരെ അർത്ഥവത്തായ ഒരു പ്രയോഗമാണ്. ആന്തരികമായ വളർച്ച പ്രാപിച്ചിട്ട് സർവ്വലോകത്തെയും ഒന്നായി കണ്ട് അതിനെയെല്ലാം തുല്യമായി സ്വീകരിക്കുകയും സ്നേഹിക്കുകയും അതിനുവേണ്ടി കരുതുകയും ചെയ്യുന്ന വിശാലതയുടെ വ്യക്തിത്വം പ്രാപിച്ച ഒരു വ്യക്തിയെ മാത്രമേ വിശ്വപൗരൻ എന്ന് വിളിക്കാവൂ. അത് ലോകം മുഴുവൻ ഞാൻ കറങ്ങി നടന്നു, അതുകൊണ്ട് ഞാൻ വിശ്വപൗരനാണ്. എവിടെ പോയാലും എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, അതുകൊണ്ട് അതുകൊണ്ടല്ല, ആ അർത്ഥമേ അല്ലതിന്. അത് ഈ ആശയത്തെ നമ്മൾ കൊച്ചാക്കുന്ന പരിപാടിയാണ്. ഞാൻ എവിടെയും പോയിട്ടില്ല, ഞാൻ കേരളം വിട്ടുപോയിട്ടില്ലെങ്കിൽ എനിക്ക് വിശ്വപൗരനാകാൻ സാധിക്കും. അതെൻ്റെ ആന്തരികമായ വളർച്ചയുടെ അളവുകോലാണ്. അത് വളരെ മഹനീയമായ ഒരു ആശയമാണ്. ഇറ്റ്സ് എ വെരി നോബിൾ ആൻഡ് സ്പിരിച്വലി വൈബ്രൻറ്റ് കോൺസെപ്റ്റ്. ദയവായി ആ ആശയത്തെ കൊച്ചാക്കാതിരിക്കുക. നമുക്ക് ഏവർക്കും വിശ്വപൗരന്മാരാകാൻ സാധിക്കണം. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം വായന തന്നെയാണ്. ഈ ഒരു വീഡിയോയിൽ ഞാൻ വായിച്ചിട്ടുള്ള ഓരോ പുസ്തകങ്ങളും പെറുക്കിയെടുത്ത് ഇന്നതാണ് അതിങ്ങനെയാണ് സഹായിക്കുന്നതെന്ന് പറയാൻ സാധ്യമല്ലല്ലോ.
അതുകൊണ്ട് ചെറിയ ഉദാഹരണം മാത്രം ഞാൻ പറയാം. ഇപ്പോൾ എൻ്റെ കൂടെ എൻ്റെ കൊച്ചുമകൾ 10 വയസ്സ് പ്രായമുള്ള എൻ്റെ കൊച്ചുമകൾ സ്കൂൾ അടച്ചത് കൊണ്ട് വേനൽക്കാല അവധി കഴിയാൻ വേണ്ടി വന്നിട്ടുണ്ട്. അവൾ വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം വായിക്കാനുള്ള ശീലം അത് ആർജിക്കാനും അതിനുള്ള മാർഗദർശനം പ്രാപിക്കാനുമാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് വായിക്കാറുണ്ട്. അപ്പം ഞാൻ അവളെ വായിപ്പിക്കാനായി തിരഞ്ഞെടുത്ത 4 പുസ്തകങ്ങൾ ഞാൻ വളരെ ഹ്രസ്വമായി പരാമർശിക്കാൻ പോവുകയാണ്. ആദ്യമായി ഞങ്ങൾ വായിച്ചത് ടാഗോറിൻ്റെ ഗീതാഞ്ജലി എന്ന് പറയുന്ന പുസ്തകമാണ്. ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് സോങ്സ്. ഗീതാഞ്ജലി എന്ന് പറഞ്ഞാൽ കവി ദൈവത്തിന് ഗാനത്തിൻ്റെ രൂപത്തിൽ, പാട്ടുകളുടെ രൂപത്തിൽ അർപ്പിക്കുന്ന ആരാധന, ഓഫറിങ്സ് ടു ഗോഡ് ഇൻ ദ ഫോം ഓഫ് സോങ്സ്, ഗീതാഞ്ജലി. അത് വായിക്കും. അപ്പോൾ അത് ഭാരതത്തിൻ്റെ ആത്മാവ്, അതിനെപ്പറ്റി ഒരു ചെറിയ നേരിയ ബോധമെങ്കിലും 10 വയസ്സുള്ള ഒരു വ്യക്തിക്ക്, ഒരു കുട്ടിക്ക് അത് അനുഭവത്തിൽ കൂടെ അറിയാൻ കഴിയും. അതിനുശേഷം ഞാൻ മകളെ കൊണ്ട് വായിപ്പിച്ചത് ഒരു ഗ്രീക്ക് പുസ്തകമാണ്. കൈറോപീഡിയ എന്ന് പറയും. അത് സെനോഫോൺ എഴുതിയ പേർഷ്യൻ രാജാവായിരുന്ന സൈറസിന് ഗ്രീക്ക് ഭാഷയിൽ കൈറസ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് കൈറോപീഡിയ. കൈറോപീഡിയ എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ഓഫ് സൈറസ്. അതിനകത്ത് പല പല ആശയങ്ങൾ. അപ്പോൾ ഗ്രീക്ക് സാഹിത്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് ഒരു വിഷയത്തെ, ഒരു ജീവചരിത്രത്തെ, ചരിത്രത്തിൻ്റെ ഒരു ഏടിനെ എപ്രകാരമാണ് കാണുന്നത്, അവതരിപ്പിക്കുന്നത്, അതിൻ്റെ പ്രത്യേകതകൾ എന്താണ്. അപ്പോൾ ഭാരതത്തിൽ നിന്ന് ഗ്രീസിലോട്ട് ഞങ്ങൾ യാത്ര ചെയ്തു. അതിനുശേഷം ഇപ്പോൾ ഞങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഡോസ്റ്റോവ്സ്കിയുടെ ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് എന്ന നോവലാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, 10 വയസ്സുള്ള 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിനിത് വായിക്കാൻ വെക്കും. നമ്മൾ കുട്ടികളെ പറ്റി വെച്ച് പുലർത്തുന്ന സങ്കല്പങ്ങൾ വളരെ തെറ്റാണ്. അങ്ങനെ ഇന്ന പരിധിയൊന്നൊന്നുമില്ല. നമ്മൾ ഏത് വിധത്തിൽ കുഞ്ഞുങ്ങളെ വായിക്കാൻ പ്രേരിപ്പിക്കുന്നു, പരിശീലിപ്പിക്കുന്നു എന്നതനുസരിച്ച് അവരുടെ കൂടെ ക്ലേശിപ്പാൻ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ 10 വയസ്സുള്ള കുഞ്ഞിനെ വിളിച്ച് നീ പോയി ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് വായിക്ക്, അല്ലെങ്കിൽ ബ്രദേഴ്സ് കരമാസോവ് വായിക്ക്, അല്ലെങ്കിൽ വാർ ആൻഡ് പീസ് വായിക്ക്, അല്ലെങ്കിൽ ലേ മിസറാബിൾ എന്ന് പറയുന്ന ഫ്രഞ്ച് നോവൽ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കൂടെ നടന്ന് ഓരോ സ്റ്റേജിലും സഹായിച്ച് അനുദിനം വായനാശീലത്തിൻ്റെ, നമ്മൾ കെട്ടിടം പണിയുമ്പോൾ ഓരോ ഇഷ്ടിക വെച്ച് പണിത് വരുന്നത് പോലെയാണ് വായനാശീലം നമ്മൾ പണിതെടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ഒന്നും അസാധ്യമല്ല എന്ന് അനുഭവത്തിൽ കൂടെ ഞാൻ പറയുകയാണ്. അപ്പോൾ അത് ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഫ്രഞ്ച് കോണ്ടെക്സ്റ്റിൽ നിന്ന് ഏർണസ്റ്റ് റെനോൺ എഴുതിയ യേശുവിൻ്റെ ജീവചരിത്രം, ഏറ്റവും പ്രസിദ്ധമായ ജീവചരിത്രം ഫ്രഞ്ച് എഴുത്തുകാരനായ ഏർണസ്റ്റ് റെനോൺ എഴുതിയ ജീസസ് ഓഫ് നാസറത്ത് എന്ന പുസ്തകമാണ്. ദ ലൈഫ് ഓഫ് ജീസസ് എന്ന പുസ്തകമാണ്. അത് വായിക്കാൻ തുടങ്ങിയിട്ടില്ല. ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നതിൻ്റെ കാര്യം, നമ്മളിങ്ങനെ വായിക്കുമ്പോൾ ഈ ലോകം മുഴുവനും നമ്മുടെ ഉള്ളിലാകുന്നു. ഭാരതത്തിൽ നിന്ന് ഗ്രീസിലോട്ട്, ഗ്രീസിൽ നിന്ന് റഷ്യയിലോട്ട്, റഷ്യയിൽ നിന്ന് ഫ്രാൻസിലോട്ട്. ഒരു 10 വയസ്സുള്ള കുഞ്ഞിനെ നമുക്ക് കൈപിടിച്ച് നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കും. അതിനേക്കാൾ വലിയ സംഭാവന ആർക്കും ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ അടുത്ത തലമുറയ്ക്ക് വായനയുടെ ശീലം, അതിൻ്റെ അടിത്തറ പണിയുവാൻ ഈ തലമുറ ശ്രമിക്കുന്നില്ല എങ്കിൽ നാം അമ്പയെ പരാജയപ്പെട്ടു പോകും. ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഘോഷം പുസ്തകങ്ങൾ തന്നെയാണ്. ഞാനിപ്പോൾ വാർദ്ധക്യത്തിലായിരിക്കുന്നു. പക്ഷേ വാർദ്ധക്യത്തിൻ്റെ യാതൊരു കെടുതിയും എനിക്ക് അനുഭവിക്കേണ്ട ആവശ്യമില്ലാത്തതിൻ്റെ ഏക കാരണം, ഞാൻ ഇന്നും ഏറ്റവും മഹനീയമായ ഒരു കൂട്ടായ്മയിലാണ്, അതിവിശിഷ്ടമായൊരു ലോകത്തിലാണ്, ചിന്തകളുടെയും പുതിയ അറിവുകളുടെയും ആഴമേറിയ അനുഭവങ്ങളുടെയും ലോകത്തിലാണ്. എനിക്ക് സംസാരിക്കാൻ ഡോസ്റ്റോവ്സ്കിയും കൗണ്ട് ലിയോ ടോൾസ്റ്റോയും അരിസ്റ്റോട്ടലും പ്ലേറ്റോയും ഷേക്സ്പിയറും മിൽട്ടനും ഡാൻറ്റയും വെർജിലും ഹോമറും അങ്ങനെ അനന്തമായിട്ട്, കാളിദാസൻ അനന്തമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് ലോകത്തിലെ ഏറ്റവും നല്ല ആളുകളുമായിട്ട്. എനിക്ക് ഇപ്പോൾ ആരെങ്കിലും എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് കാളിദാസനോട് സംസാരിക്കണോ ഡൊണാൾഡ് ജെ ട്രംപിനോട് സംസാരിക്കണമെന്ന് ചോദിച്ചാൽ എനിക്ക് യാതൊരു സംശയമില്ല. എനിക്ക് കാളിദാസനോട് സംസാരിച്ചാൽ മതി, യാതൊരു സംശയമില്ല. അപ്പോൾ അങ്ങനെ നാം വായനാശീലത്തിൽ കൂടെ ഈ വലിയ വിലതീരാത്ത മുത്തുകൾ കണ്ടുപിടിക്കുമ്പോൾ ഈ ലോകത്തിൽ മാറും വെളിച്ച് നടക്കുന്ന പല ആളുകളുടെയും വലിപ്പം വളരെ പരിഹാസ്യമാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഇംഗ്ലീഷിൽ പറയുന്നത് യു ഡെവലപ്പ് എ സെൻസ് ഓഫ് പ്രൊപ്പോർഷൻ. എന്തിനെന്ത് വില കൽപ്പിക്കണമെന്ന് പലർക്കും ഇന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട്
ചില ആളുകളെ കാണുമ്പോൾ ആളുകൾ ഇങ്ങനെ അന്താളിച്ച് കണ്ണും തള്ളി നിൽക്കുകയാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ നടക്കുന്ന പല ആളുകളും ഒരു വിലയുമില്ലാത്ത ആളുകളാണ്. ഉള്ളിൽ വെറും പിണ്ണാക്ക് കുട്ടിച്ചോറും കൊണ്ട് നടക്കുന്നവരാണ്. അത് പക്ഷേ നമുക്ക് തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ അതിന് തക്കതായ വെളിച്ചമുണ്ടാകണം, അതിന് തക്കതായ ഒരു മാനദണ്ഡം ഉണ്ടാകണം. അത് അനുഭവങ്ങളുടെയും ആശയങ്ങളുടെയും മാനദണ്ഡങ്ങളായിരിക്കണം. അത് പ്രാപിപ്പാൻ വായനയല്ലാതെ മറ്റ് യാതൊരു മാർഗവുമില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ഏവരോടും എനിക്ക് സസ്നേഹം അർപ്പിക്കാനുള്ളൊരപേക്ഷ, നിങ്ങൾ ദയവായി എല്ലാ ദിവസവും വായിപ്പാനായി സമയം മാറ്റിവെപ്പീൻ. അത് നിങ്ങൾ ഒരു വർഷം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ വ്യക്തിത്വത്തിൽ, നിങ്ങളുടെ അനുഭവങ്ങളിൽ ഉണ്ടാകുന്ന മെച്ചം എത്ര മഹനീയമാണ് എന്ന് നിങ്ങൾ തന്നെ അത്ഭുതത്തോടെ തിരിച്ചറിയും എന്നതിനെനിക്ക് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഈ ലോക പുസ്തക ദിവസത്തിൽ ഇപ്രകാരമുള്ള ചില ലളിതമായ അടിസ്ഥാന ചിന്തകൾ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഏവരുമായി പങ്കിടുവാൻ ഇടയായുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് വിരമിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.